ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും മിക്കാക്കയും കൂടി ഇന്ന് സൺഡേ ആയിട്ട് ഒരു കുഞ്ഞ് ബൈക്ക് ട്രിപ്പ് പോകാനുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ. കുറച്ചധികം നാളായിട്ട് പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്യാണത്തിന് മുന്നേക്ക് ഫോണിൽ സംസാരിക്കുമ്പോൾ മുതൽ നമ്മൾക്ക് ഇങ്ങനെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഷെയർ ചെയ്യുമല്ലോ. അങ്ങനെ ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടുള്ള ഒരു ബൈക്ക് റൈഡ്. ഒരുപാട് ദൂരത്തേക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല കേട്ടോ, കാരണം ഞങ്ങളുടെ കയ്യിലുള്ള ബൈക്ക് ഏകദേശം അത്രയ്ക്കൊന്നും പറ്റുന്ന ടൈപ്പ് അല്ല. അപ്പൊ അതിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്കും അപ്ലിക്കബിൾ ആവുന്ന രീതിയിലാണ് ഇന്നത്തെ റൈഡ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ, ഈ ജാക്കറ്റ് ഞങ്ങൾ വാങ്ങിയിട്ട് ഇതുവരെ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും ഈ ബൈക്ക് റൈഡ് പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ജാക്കറ്റ് ഒക്കെ ഇട്ട് പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സോ ഞങ്ങളും ജാക്കറ്റ് ഒക്കെ ഇട്ട് പോവാന്ന് ഓർത്തു. ബൈക്ക് നമ്മുടെ ഓഫീസിൽ ഇരിക്കായിരുന്നു കേട്ടോ. അപ്പൊ കാറിന് ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നിട്ട് ബൈക്ക് എടുത്തിട്ടാണ് പോകുന്നത്. ഈ ബാഗ് ഇട്ടിട്ട് ജാക്കറ്റ് ഇട്ട സമയത്തുണ്ടല്ലോ എന്തൊക്കെയോ ഒരു അപാകത ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ കംഫർട്ട് ആയിരുന്നു കേട്ടോ സംഭവം. മക്കളെ രണ്ടുപേരും നമ്മൾ എന്തായാലും ഈ ട്രിപ്പിന് കൂട്ടുന്നില്ല, കാരണം ബൈക്കിന് അവരെ കൊണ്ട് പോകാൻ പറ്റില്ല. പിന്നെ ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഞങ്ങൾ മാത്രമുള്ള ഒരു റൈഡാണല്ലോ ഉണ്ടായിരുന്നതും. അപ്പൊ ഹയാസിനെ ഇക്കാക്കാരെ വീട്ടിലും ഹംനാന എന്റെ വീട്ടിലും കൊണ്ടുപോയി ആക്കിയിട്ടാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. ഈ ഫാമിലി എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആണ് കേട്ടോ. ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ പൂവണിയിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് അത് എക്സ്ട്രീം ലെവലാണ്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, എനിക്ക് ഇങ്ങനെ ജോലിക്ക് പോകാൻ പറ്റുന്നതും വീഡിയോസ് എടുക്കാൻ പറ്റുന്നതും അങ്ങനെ എല്ലാ സാധനങ്ങളും എനിക്ക് സാധിക്കുന്നത് പോലും അവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ. സോ ഐ ആം താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ ടു അല്ലാ. അങ്ങനെ നമ്മളിത് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ, അതായത് ഓഫീസിൽ നിന്ന് ഇറങ്ങി അധികം വൈകാതെ ആദ്യത്തെ പമ്പിൽ നിന്ന് നമ്മൾ പെട്രോൾ ഒക്കെ ഫിൽ ചെയ്തിട്ടുണ്ട്. 250 രൂപയുടെ പെട്രോൾ മതി കേട്ടോ നമ്മുടെ ഈ പൾസറിന് നമുക്ക് പോയിട്ട് തിരിച്ചു വരാനായിട്ട്. വേറെ എക്സ്ട്രാ നമ്മൾ എന്തായാലും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. മുന്നേ കണ്ട സൈൻ ബോർഡിൽ നമ്മൾ പോവാൻ ഉദ്ദേശിച്ച സ്ഥലം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുള്ള ചെറിയ പ്രഹസനങ്ങളാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. സൺഡേ രാവിലെ തന്നെ പോവാൻ പ്ലാൻ ചെയ്ത ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓഫീസിൽ വന്ന് വണ്ടി എടുത്ത് നമ്മൾ ഇറങ്ങിയത് കറക്റ്റ് 3 മണിക്കാണ് കേട്ടോ. അതല്ലെങ്കിലും എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഞങ്ങൾ എപ്പോഴാണോ പ്ലാൻ ചെയ്യുന്നത് അത് അപ്പോഴൊന്നും നടക്കാറില്ല. അത് കുറച്ച് കഴിയുമ്പോഴായിരിക്കും നടക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഒക്കെ കാണുമ്പോൾ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. ഇനി ഞാൻ അധികം വെച്ച് വൈകിപ്പിക്കുന്നില്ല. നമ്മൾ അതിരപ്പള്ളിക്കാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അതിനോടൊപ്പം തന്നെ ഞാൻ കൂട്ടിച്ചേർക്കട്ടെ, നമ്മൾ അതിരപ്പള്ളിക്ക് പ്ലാൻ ചെയ്തിട്ട് എന്തായാലും അതിരപ്പള്ളി വരെ എത്തിയില്ല കേട്ടോ. ചെക്ക് പോസ്റ്റിന്റെ അവിടെ ഇറങ്ങി നമ്മുടെ ഡീറ്റെയിൽസും വണ്ടിയുടെ ഡീറ്റെയിൽസും എല്ലാം വിശദമായി കൊടുത്ത് അവരൊരു ടോക്കൺ നമ്പറും തന്നിട്ട് നമ്മളിത് നേരെ അതും വാങ്ങി പോക്കറ്റിലിട്ട് ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ മുതലുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ കണ്ണുകൾ ഇരുവശത്തേക്കും പായായിരുന്നു കേട്ടോ. ഏതെങ്കിലുമൊക്കെ ഒരു ആനിമലിനെ കാണാനുള്ള ഒരു വ്യഗ്രതയായിരുന്നു കണ്ണുകൾക്ക് ഉണ്ടായിരുന്നത്. ഈ പുഴയുടെ പേര് കാര്യങ്ങൾ അറിയാവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ പറയാൻ മറക്കണ്ട കേട്ടോ. നമ്മൾ ഈ പയ്യുള്ള പോക്കിനകത്ത് ഏതാണ്ട് 4 മണി ആയപ്പോഴേക്കും ഏഴാട്ടുമുഖം എത്തിയിട്ടുണ്ടായിരുന്നു. അതിരപ്പള്ളിയിൽ 5 മണി വരെയാണ് ടിക്കറ്റ് ടൈമിംഗ് എന്നുള്ളത്. മുന്നേ ഒരു തവണ ഞങ്ങൾ പോയപ്പോ അറിയായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും എക്സിറ്റ് ടൈം ആവുമെന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ ഏഴാട്ടുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്കാണ് കേട്ടോ ടിക്കറ്റ് എടുത്തത്. ഞങ്ങൾ രണ്ടുപേർക്കും ബൈക്കിനും കൂടിയിട്ട് 50 രൂപയാണ് ഇവിടെ ചാർജ് ആയത്. മെയിൻലി ഇവിടെ കാണാനായിട്ടുള്ളത് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ആണ് കേട്ടോ. പിന്നെ തുമ്പൂർമൊഴി ഗാർഡൻ ഉണ്ട്, പിന്നെ റിവർ വ്യൂ ആണ്. കുറച്ചധികം നേരമായിട്ട് നമ്മൾ റൈഡ് ചെയ്ത് വന്നതുകൊണ്ട് ഹാങ്ങിങ് ബ്രിഡ്ജ് കയറുന്നതിന് മുന്നേ കുറച്ച് അവിടെ നിന്നിട്ട് ആ റിവർ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് റിലാക്സ് ചെയ്യാറുണ്ട് കേട്ടോ. ഈ വെള്ളം ഇങ്ങനെ വീഴാൻ വേണ്ടിയിട്ട് ഇവർ ഈ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലിട്ടുന്ന ഒരു കുളിർമ ഉണ്ടല്ലോ, അതെന്തായാലും അടിപൊളിയാണ്. എന്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ നമ്മൾ ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് കയറുന്നതിന് മുന്നേ തന്നെ അവിടെ ഒരു വലിയ ഇൻസ്ട്രക്ഷൻ ഒക്കെ വലിയൊരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് കയറുന്നതിന് മുന്നേ എല്ലാ വിസിറ്റേഴ്സും അത് വായിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ അത് പലരും മറന്നു പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അല്ലെങ്കിൽ ഏതാണ്ട് നമ്മളൊക്കെ അങ്ങനെ തന്നെയാണല്ലേ, ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള വ്യഗ്രത അങ്ങ് കൂടുമല്ലേ. എനിവേ അധികം താഴെ നിന്ന് മുഷിയാതെ ഞങ്ങൾ നേരെ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് കയറി. ഇവിടെ ഇങ്ങോട്ട് കയറിയ സമയത്ത് അത്യാവശ്യം ഷെയ്ക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബ്രിഡ്ജിന്. സോ ആ ഒരു ടൈമിൽ ഞാൻ ഹാൻഡ് റെയിലൊക്കെ ഒന്ന് പിടിച്ച് നിന്നിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ എന്നെ തന്നെ ഒന്ന് സ്റ്റേബിൾ ആക്കി എടുത്തത്. ഹാങ്ങിങ് ബ്രിഡ്ജിൽ നിന്ന് കാണുന്ന വ്യൂ ഉണ്ടല്ലോ, അതും അടിപൊളിയാണ് കേട്ടോ. ആ മലനിരകളും വെള്ളവും ഇപ്രാവശ്യത്തെ മഴയുടെ ആ ഒരു കനം കൂടുതൽ കൊണ്ട് തന്നെ വെള്ളമൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിൽ അറ്റ് എ ടൈം 125 പേർക്ക് മാത്രമാണ് കേട്ടോ അലൗഡ് ആയിട്ടുള്ളത്. അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ഗൈഡൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അവരൊക്കെ അവരുടേതായ പേഴ്സണൽ കാര്യങ്ങളും അവര് മൊബൈലിലൊക്കെ നോക്കിയിട്ടും ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇതിൽ കയറിയിരിക്കുന്ന ആളുകളുടെ കൗണ്ട് ഒന്നും ഞാൻ ചെയ്തില്ലെങ്കിലും 125 കൂടുതൽ ആളുകൾ ഇതിൽ എന്തായാലും പാസ് ചെയ്യുന്നുണ്ട് അറ്റ് എ ടൈം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടോ. സോ അവിടെയുള്ള ഗൈഡൊക്കെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും സേഫ്റ്റി ഒരുപോലെ മുഖ്യമാണല്ലോ. ഞങ്ങളും കുറെ ഫോട്ടോസും വീഡിയോസും എല്ലാം ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറെ അധികം സമയം നമ്മളും ബ്രിഡ്ജിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കയറുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഹാങ്ങിങ് ബ്രിഡ്ജ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കാറ്റത്ത് അഴിച്ചു വിട്ട പട്ടം പോലെ ആയിരുന്നു തന്നെ പറയാം. ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ സെന്റർ പോർഷനിലേക്ക് എത്തുമ്പോൾ ഷെയ്ക്കിംഗ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട്. അത് പിള്ളേര് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ വെറുതെ നിന്നിട്ടും കിടന്ന് ആടുന്നത് കണ്ടോ. ഇക്കാക്ക മുന്നേ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അന്നൊന്നും ഈ ഹാങ്ങിങ്
ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല എന്നാണ് ഇക്കാക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് അന്നൊക്കെ ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കുളിക്കാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഇക്കാക പറയുന്നത്. ഇപ്പൊ എന്തായാലും നമ്മുടെ കണ്ണുകൊണ്ട് ഈ കാഴ്ചകളെല്ലാം കാണുക എന്നല്ലാതെ ഇതിലൊന്നും തൊട്ടുപോലും നമുക്ക് ഈ വെള്ളത്തിന്റെ ഒരു എഫക്റ്റ് ഒന്നും ഫീൽ ചെയ്യാനായിട്ടേ നമുക്ക് പറ്റില്ല കേട്ടോ. കാരണം സേഫ് അല്ല എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങളുടെ വീഡിയോസ് എടുത്തു തരാൻ വേറെ ആരുമില്ല കേട്ടോ. ട്രൈപോഡ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ വീഡിയോസ് ഒരുമിച്ചുള്ളതൊക്കെ എടുത്തത്. എന്തായാലും ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷനും ഇതിലൂടെയുള്ള നടത്തവും ഈ ഒരു വ്യൂവും എല്ലാം അടിപൊളിയാണ്. ഇവിടെ പോയിട്ടുള്ളവര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. പോവാത്തവരുണ്ടെങ്കിൽ എസ്പെഷ്യലി എറണാകുളത്തുള്ളവർക്കൊക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ജസ്റ്റ് ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പോയിട്ട് വരാം. ഞാൻ എന്തായാലും ഹൈലി ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹാങ്ങിങ് ബ്രിഡ്ജ് നമ്മൾ നടന്നെത്തുന്നത് തുമ്പൂർ മൊഴി ഗാർഡനിലേക്ക്. അവിടേക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എൻട്രി ടിക്കറ്റ് എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. 20 റുപ്പീസ് എന്തോ ആണ് അഡൾട്ടിന് വരുന്നത്. നമ്മൾ എന്തായാലും സമയം വൈകുന്നത് കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല. നമ്മൾ പോയ വഴി തന്നെ ഹാങ്ങിങ് ബ്രിഡ്ജ് തിരിച്ച് നടന്നു വന്നിട്ട് ഇതാ ഇവിടെ ഒരു കുട്ടി പാർക്കൊക്കെ ഇവര് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു റിവർ വ്യൂ ഒക്കെ കണ്ടിട്ട് ഇരിക്കാൻ പറ്റുന്ന ഇരിപ്പിടങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നിട്ട് നമ്മുടെ ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് മൊത്തത്തിൽ കാണാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് അധികം ലെങ്തിയർ ആണ് കേട്ടോ ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ്. ആക്ച്വലി ഇവിടെ റെസ്റ്റോറന്റ് ഒരെണ്ണം അവൈലബിൾ ആണ്. നമുക്കൊരു ചായയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. പക്ഷെ നമ്മൾ വരുന്ന സമയത്ത് മെയിന്റനൻസിന്റെ പാർട്ടായിട്ട് റെസ്റ്റോറന്റ് കറന്റ്ലി അൺഅവൈലബിൾ ആണ്. ഹാങ്ങിങ് ബ്രിഡ്ജിൽ നിന്ന് നടന്ന് ക്ഷീണിച്ച് വന്നപ്പോഴേക്കും ഒരു ചായയൊക്കെ കുടിക്കാനുള്ള മൂഡായിട്ടുണ്ടായിരുന്നു. ചായ കിട്ടാത്തത് കൊണ്ട് നമ്മളിങ്ങനെ വേഗം അവിടേക്കൊന്ന് നടന്ന് കണ്ടിട്ട് തിരിച്ചു പോവാന്നാണ് വിചാരിച്ചത്. ചിൽഡ്രൻസ് പാർക്കിന്റെ ഏരിയ ഒക്കെ കണ്ടപ്പോൾ ഹൈലി എനിക്ക് ഹയാസിനെ ഹംനാനെ മിസ് ചെയ്തു കേട്ടോ. ആക്ച്വലി ഞങ്ങൾ ഇവിടം വരെ വരും എന്നുള്ളത് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കളെയും കൊണ്ടുവന്നേനായിരുന്നു. പക്ഷെ നമ്മുടെ പ്ലാനിങ് ഇങ്ങനെ അല്ലായിരുന്നല്ലോ. പ്ലാനിങ് വരുന്ന വഴിക്ക് മാറിയതാണല്ലോ. അതുകൊണ്ട് പിന്നെ വേറെ നിവർത്തിയില്ല അവരെ പോയിട്ട് എടുത്തിട്ട് വരാനായിട്ട്. ഇനിയിപ്പോ എന്തായാലും ഒരു ദിവസം ഇൻഷാല്ലാ അവരെ കൊണ്ടുപോകണം. മുന്നേ ഇക്കാക്ക് ഇവിടെ വിസിറ്റ് ചെയ്ത സമയത്ത് കുളിക്കാനൊക്കെ ഇറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതൊക്കെ ഈ ഒരു സ്റ്റെപ്പ് വഴിയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഡ്രസ് ചേഞ്ചിങ് റൂമും എല്ലാം ആണ് കേട്ടോ ഈ സൈഡിലൊക്കെ കാണുന്നത്. ഇപ്പൊ അങ്ങോട്ടേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് അവരിങ്ങനെ റിബൺ ഒക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ അവരത് അങ്ങനെ അവിടെയൊന്നും അങ്ങനെ ക്ലീൻ ആക്കി ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെ കാണാനായിട്ട് ഇനി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒരു കഫേക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ചായയൊക്കെ കുടിച്ച് സെറ്റ് ചെയ്ത് കുറച്ചു നേരം കൂടിയൊക്കെ ഇരിക്കായിരുന്നു. പിന്നെ പിള്ളേരുണ്ടെങ്കിലും ആ പാർക്കിലൊക്കെ കളിച്ച് അവരെയും കൊണ്ടൊക്കെ ഇരിക്കായിരുന്നു. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങാണ്. രാവിലെയൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഈ ഒരു ടൈമാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. കാരണം ആ വെയിലൊക്കെ അറിയിട്ട് ഹാങ്ങിങ് ബ്രിഡ്ജിലൊക്കെ നിൽക്കാനും ഫോട്ടോ എടുക്കാനും നല്ലൊരു രസമൊക്കെ ആയിട്ട് തോന്നി. ഇനിയിപ്പോ ഞങ്ങളുടെ ലക്ഷ്യം ഒരു ചായ കുടിക്കാന്നുള്ളതാണ്. അപ്പൊ ചായേനെ ലക്ഷ്യമായിട്ടാണ് കേട്ടോ ഇനി ഞങ്ങളുടെ റൈഡ്. ഞങ്ങളെ പോലെ കപ്പിൾ ടൈമും മീ ടൈം ഒക്കെ നിങ്ങളും കണ്ടുപിടിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോസ് ഇഷ്ടമാണെങ്കിലും വീഡിയോസ് ഇഷ്ടമായില്ലെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ജാക്കറ്റ് ഇട്ട് ഹെൽമെറ്റും വെച്ച് കൂളിംഗ് ഗ്ലാസ് വെച്ച് കഴിഞ്ഞപ്പോ ഒരു അന്തേനെ പോലെ ഉണ്ട് എന്നെ കാണാനാണ് ഇക്കാക്കെ ട്രോൾ ചെയ്ത്. ഞാൻ അപ്പൊ അതുപോലെ ഒന്ന് കാണിച്ചു കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഫോറസ്റ്റ് ഏരിയ ഒക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ അതിനിടയിൽ കുറെ വീടുകളൊക്കെ കാണുന്നുണ്ട്. വീടുകൾക്കൊക്കെ സംരക്ഷണ മതിലായിട്ട് ഇലക്ട്രിക് വയറാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അത് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഏതാണ്ട് ആനയൊക്കെ ഇറങ്ങുന്ന ഒരു പ്ലേസ് ഒക്കെ തന്നെയാണെന്നുള്ളത്. നമ്മൾ അങ്ങനെ റൈഡ് ചെയ്തത് ആ വെറ്റിലപ്പാറ ബ്രിഡ്ജ് എന്നാണ് കേട്ടോ ഈ ഒരു ബ്രിഡ്ജിനെ പറയുന്നത്. ബ്രിഡ്ജിന് ഇരുവശമായിട്ട് നിറയെ ചായക്കടകൾ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ന്യൂഡിൽസും ബ്രെഡ് ഓംലെറ്റും ചായയും പഴംപൊരിയും സ്നാക്സും എല്ലാം കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മളും ഒരു ചെറിയ കട കണ്ടപ്പോ അവിടെ സൈഡ് ആക്കിയിട്ടുണ്ട് ബൈക്ക്. ഇതിപ്പോ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്താ നേരെ ഫ്രണ്ടില് സിൽവർ സ്റ്റോമും സ്നോ സ്റ്റോം ഒക്കെയാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഹയാസിനെയും ഹംനാനെയും കൊണ്ട് ഇവിടെ വരണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. ഹയാസിനെ മഞ്ഞിൽ കളിക്കാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഒരു തവണ എന്തായാലും സ്നോ സ്റ്റോമിലൊക്കെ കൊണ്ടുവരണം. അങ്ങനെ ഒരുപാട് ബക്കറ്റ് ലിസ്റ്റ് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. നമ്മളങ്ങനെ ചായക്കടയിൽ കയറി നല്ല ചൂടോടുകൂടി രതീഷും 2 ചായയും പറഞ്ഞു. ഈ ഒരു യാത്ര ഉണ്ടല്ലോ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് ചെലവുകളെല്ലാം വളരെ കുറവായിരുന്നു. ഈ യാത്രയൊക്കെ ചെയ്ത് കിട്ടുമ്പോൾ മാനസിക സന്തോഷം അതാണെങ്കിൽ എക്സ്ട്രീം ലെവലായിരുന്നു കേട്ടോ. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഏതാണ്ട് 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ അധികം സമയമില്ല തിരിച്ചു പോരാന്നുള്ള മട്ടിന് നമ്മൾ ആ പോയ വഴി തിരിച്ചു വരുമ്പോ തന്നെ ആ ബ്രിഡ്ജിൽ ഒരുപാട് പേര് ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ റിലാക്സ് ചെയ്യാനായിട്ട്. സോ ഞങ്ങളും കുറച്ചു നേരം എന്തായാലും ബ്രിഡ്ജിന്റെ ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാന്ന് ഓർത്തു. നല്ല കാറ്റും ഈ ഒരു വെയിലൊക്കെ ആറിയ സമയമാണല്ലോ. അപ്പൊ ഒരു റിലാക്സേഷൻ ടൈം ആയിട്ട് ഞങ്ങൾക്കും ഫീൽ ചെയ്തു. അങ്ങനെ ആ ഒരു പാലം ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്ന് ഞങ്ങൾ ഇതേ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ആദ്യം കണ്ട ഐസ്ക്രീം കടയിൽ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങിക്കാനാണ് കേട്ടോ ഈ നിൽക്കുന്നത്. കുറെ ഫ്ലേവേഴ്സ് കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചിട്ടാണ് കേട്ടോ ഇക്കാക നിൽക്കുന്നത്. ഇതിൽ ഏത് വേണമെന്ന്. ഫൈനലി ഞാനൊരു ചിക്കു ആണ് ഓർഡർ ചെയ്തത്. അത് തന്നെ ഒരു 3 സ്കൂപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേ ഞാൻ ഇക്കാകനോട് പറഞ്ഞു ഇനിയിപ്പോ എന്തായാലും വാങ്ങിക്കാൻ നിൽക്കണ്ട. കാരണം ഇതൊരെണ്ണം ഒറ്റയടിക്ക് എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഓൾറെഡി നമ്മൾ ചായയും സ്നാക്സ് ഒക്കെ കഴിച്ചല്ലോ. അപ്പൊ എന്തായാലും ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പറ്റില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരെണ്ണം വാങ്ങി 2 പേരും കൂടി ഷെയർ ചെയ്ത് കുറെ അധികം നേരം ആ ബ്രിഡ്ജിലും ടൈം സ്പെൻഡ് ചെയ്ത് കുറെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഇനി പയ്യെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരാണ്. അപ്പൊ പോയ വഴി തന്നെയാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു പോരുന്നത്. കാരണം പോയത് ആക്ച്വലി ഫോറസ്റ്റ് റോഡ് ആണെങ്കിലും നമ്മൾ വേറെ ആനിമൽസിനെ ഒന്നും കണ്ടില്ല. ഇനിയിപ്പോ ഈ സമയം ആയതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ആരെങ്കിലൊക്കെ കാണാൻ പറ്റിയാലോ എന്നുള്ള ചിന്തയിലാണ് വന്നത്. അധികം മുഷിപ്പിക്കാതെ തന്നെ നമ്മൾ ആദ്യത്തെ ആളെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു ഉശിരൻ കൊമ്പൻ ആന.
ആന നമ്മൾ നിന്നതിനേക്കാൾ, അതായത് റോഡിനേക്കാൾ കുറച്ച് അധികം അകലെ ആയതുകൊണ്ട് നല്ല രീതിയിൽ സൂം ചെയ്ത് ഫോട്ടോയും വീഡിയോസ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വന്നപ്പോഴാണ് ഒരു കൊമ്പനാന വേറെ ദേ ഇവിടെ നിൽക്കുന്നുണ്ട്. അത് റോഡിനോട് ഏകദേശം അടുത്തായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് നല്ല രീതിയിൽ പേടി വന്നു. അപ്പൊ ഞങ്ങൾ കുറച്ചധികം നേരം ബൈക്ക് ദൂരെ മാറ്റി നിർത്തിയിട്ടാണ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തത്. അതിന്റെ ഇടയിലാണെങ്കിൽ ഒരുത്തനെയോ ആനേനെ ഇങ്ങനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അവനിങ്ങനെ അതിന്റെ അടുത്തേക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് പോവാണ്. ആ ആനയാണെങ്കിൽ അത്യാവശ്യം ദേഷ്യത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. ഒരു പന ഇങ്ങനെ മറിച്ചിട്ടിട്ട് അതിങ്ങനെ പനയോലൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ മനുഷ്യന്മാർ ഇവരെ പ്രകോപിപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്കിട്ട് സഹിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അതെങ്ങാനും പാനെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മാത്രമല്ലല്ലോ, നമ്മൾക്കും അതൊരു ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ വേറൊരു ആനേനെയും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു മൊത്തത്തിൽ 3 ആനേനെയും കണ്ട് നമ്മുടെ യാത്ര ഇവിടെ കഴിയാണ്. അഭിപ്രായങ്ങളും വിമർശനങ്ങളും പറയാൻ മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോ കാണാൻ. ടാറ്റാ.